നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. ഓൾറെഡി നമ്മൾ ഹാർഡ്വെയറിൻ്റെ പാർട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് സോഫ്റ്റ്വെയർ നോക്കാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ എന്താണ് സോഫ്റ്റ്വെയർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഡെഫിനിഷനായിട്ട് ഇവിടെ തന്നെയുണ്ട്. സോഫ്റ്റ്വെയർ ഈസ് എ ജനറൽ ടൈം യൂസ് ടു ഡിനോട്ട് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ഹെൽപ്പ് അസ് ടു യൂസ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസസ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ പോലെയുള്ള മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളെ ഏറ്റവും എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സാധാരണ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ബോഡി ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതിൻ്റെ മൈൻഡായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. മെയിനായിട്ടും രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണുള്ളത്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അപ്പോൾ അതിലാദ്യം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ നോക്കാം. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഫസ്റ്റ് പാരാഗ്രാഫിൽ തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് set of one or more programs designed to control the operations of a computer. They are general programs designed to assist humans in the use of computer system by performing tasks such as controlling the operations, move data into and out of a computer system, and to do all the steps in executing application programs. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയാണ്. അതായത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് സിസ്റ്റത്തിൻ്റെ എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുക. അതായത് ഡേറ്റ നമുക്ക് സിസ്റ്റത്തിലേക്കും സിസ്റ്റത്തിന് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോഗ്രാംസിനെ, ബാക്കി ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് അതിനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ഹെൽപ്പ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. അതായത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമ്മളെ യൂസറിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ബാക്കി പെരിഫറൽ ഡിവൈസസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റം സോഫ്റ്റ്വെയറുകളെ ഉപയോഗിച്ച് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഒരു സിസ്റ്റത്തിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. നമുക്ക് കൃത്യമായിട്ട് സിസ്റ്റത്തിലേക്കുള്ള എല്ലാ റിസോഴ്സുകളും, അതിൻ്റെ ഹാർഡ്വെയർ ആയിട്ടുള്ള റിസോഴ്സുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനെല്ലാം നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ വഴി സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ഡയഗ്രം ഇവിടെയുണ്ട്. അതായത് ഇത് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഇപ്പോൾ യൂസറുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, അതുപോലെ തന്നെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു പാർട്ടുമുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാർഡ്വെയർ പാർട്ടുമായിട്ടല്ല യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് നമുക്കിവിടെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഹാർഡ്വെയറിൽ CPU, RAM, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ നമ്മൾ ഡയറക്റ്റ് ഹാർഡ്വെയറുമായിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ യൂസർ എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയറുകളുമായിട്ടാണ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ ലാംഗ്വേജ് പ്രോസസ്സറുകളുണ്ട്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. യൂസർ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയറുകളുമായിട്ടാണ്. ദെൻ ഈ സോഫ്റ്റ്വെയർ ആണ് കൃത്യമായിട്ട് ഇവിടുന്ന് ബാക്കി ഇൻസ്ട്രക്ഷൻസൊക്കെ നൽകി. അപ്പോൾ ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏറ്റവും മെയിൻ. അത് ബാക്കിയുള്ള ഹാർഡ്വെയർ ഡിവൈസുകളെയൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. യൂസറിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും ഇടയ്ക്കുള്ളൊരു ഇൻ്റർഫേസ് ആയിട്ട് സോഫ്റ്റ്വെയർ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിലുള്ള ഈ വരുന്ന ഓരോ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ. യൂസർ എപ്പോഴും ഡയറക്റ്റ്ലി നമ്മൾ ഇപ്പോൾ ഹാർഡ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും കൃത്യമായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് സോഫ്റ്റ്വെയറുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. പല ടൈപ്പുകളുണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇത് മൂന്നെണ്ണമാണ് ഇതിൻ്റെ കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ കമ്പോണൻ്റ് ആയിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. നമ്മൾ പലധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ലിനക്സ്, വിൻഡോസ്, മൊബൈലിലാണെന്നുള്ള ആൻഡ്രോയിഡ്, iOS, അങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ആക്ട്സ് ആസ് എ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. The primary objective of an operating system is to make the computer system convenient to use. Operating system provides an environment for user to execute programs.
ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു യൂസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇൻ ആൻ എഫിഷ്യൻറ്റ് മാനർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇതൊരു ഇൻ്റർഫേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ യൂസർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കാൻ പാകത്തിന് അതിന് വേണ്ട കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോഗ്രാംസിനൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഹെൽപ്പും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഇൻ്റർനെറ്റിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു PDF റീഡ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകളെ, അതിനുള്ള സോഫ്റ്റ്വെയറുകളെയൊക്കെ റൺ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിന് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ നമുക്ക് ഈ പറയുന്ന സിസ്റ്റത്തിനെ വർക്ക് ചെയ്യിക്കാൻ സാധിക്കില്ല. ഇതിലേക്കൊരു ഡാറ്റ കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല. ഈ പറയുന്ന ഹാർഡ്വെയർ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് തന്നെയാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഇറ്റ് ആക്ട്സ് ആസ് ദ റിസോഴ്സ് മാനേജർ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. Operating system is the most important system software. It is the first program to be loaded from hard disk in the computer, and it resides in the memory till the system is shut down. It tries to prevent errors and improper use of computer. അപ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റം പവർ ഓൺ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിനുശേഷമായിരിക്കും നമുക്ക് ആ സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സിസ്റ്റം ഓണാക്കിയിട്ട് തിരിച്ചത് ഷട്ട് ഡൗൺ ചെയ്യുന്നത് വരെ പ്രൈമറി മെമ്മറി, അതായത് റാമിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫയൽസ് ഉണ്ടായിരിക്കും. ദെൻ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് എറേഴ്സ് വരുന്നതൊക്കെ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു റിസോഴ്സ് മാനേജറായിട്ട്, അതായത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ, ഇപ്പോൾ വേറെ കുറേ ഹാർഡ്വെയർ ഡിവൈസുകൾ കാണും, അല്ലെങ്കിൽ സിസ്റ്റത്തിന് തന്നെ മെമ്മറി കാണും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം നമുക്ക്. മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത് എന്നുള്ളത്. മെയിനായിട്ട് മേജർ ഫങ്ഷൻസ് ആയിട്ടുള്ളത് 4 കാര്യങ്ങളാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ 4 മേജർ ഫങ്ഷൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് പ്രോസസ് മാനേജ്മെൻ്റ് ഉണ്ട്, മെമ്മറി മാനേജ്മെൻ്റ് ഉണ്ട്, ഫയൽ മാനേജ്മെൻ്റ് ഉണ്ട്, ഡിവൈസ് മാനേജ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഈ 4 എണ്ണമാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേജറായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഓരോ ഫങ്ഷൻസും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് പ്രോസസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ആദ്യം നമുക്ക് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോഗ്രാം ഇൻ എക്സിക്യൂഷനാണ്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓരോ പ്രോഗ്രാമിനെ നമ്മൾ ഓരോ പ്രോസസ്സായിട്ടാണ് പറയുന്നത്. The process management module of an operating system takes care of the allocation and deallocation of process and scheduling of various system resources to the different requesting processes. അതായത് ഈ പറയുന്ന ഓരോ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോഴും അതിന് കറക്റ്റായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പലതരത്തിലുള്ള റിസോഴ്സുകളെയും അലോക്കേറ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അതുപോലെ ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോസസ്സ് നമ്മൾ ക്ലോസ് ചെയ്ത് കളയാണ്, നമ്മളത് കഴിഞ്ഞ് നിർത്തി എന്നുണ്ടെങ്കിൽ അതിനായിട്ട് അലോക്കേറ്റ് ചെയ്ത ആ റിസോഴ്സുകളെല്ലാം തിരിച്ച് ഡീ അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഇത്തരത്തിലുള്ള ഷെഡ്യൂളിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു PDF ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ പ്രിൻ്റ് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ആ ഒരു പ്രോസസ്സിന് പ്രിൻ്റർ ആവശ്യമായിട്ട് വരും. ആ ഒരു ഹാർഡ്വെയർ റിസോഴ്സ് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സിന് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു, പ്രിൻ്റർ. ആ പ്രിൻറ്റിങ് കഴിയുമ്പോൾ ആ പ്രിൻ്റർ നമ്മൾ ഫ്രീ ആക്കുന്നു. അങ്ങനെ ഇത്തരത്തിൽ പല പല റിസോഴ്സുകൾ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുകയും ഡി അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. പിന്നെ വരുന്നത് മെമ്മറി മാനേജ്മെൻറ്റ്. നമുക്കറിയാം നമ്മുടെ പ്രൈമറി മെമ്മറി, അതായത് റാം എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് കുറവാണ്. ഒരു 4 GB അല്ലെങ്കിൽ 8 GB അങ്ങനെയുള്ളതായിരിക്കും അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എപ്പോഴും നമുക്ക് പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അറ്റ് എ ടൈം ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ നേരത്തെ പഠിച്ചാണ് ഒരു റാമിൽ എന്തൊക്കെ ഡേറ്റാസ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്.
ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, നിലവിൽ നമ്മൾ റൺ ചെയ്ത ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ടാവും, അതിൻ്റെ ഫയൽസ് ഉണ്ടാവും, നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ ഉണ്ടാവും. അങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ റാമിലുണ്ട് അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിലുണ്ട്. അപ്പോൾ നമ്മൾ അറ്റ് എ ടൈം പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡേറ്റകളൊക്കെ ഈ പറയുന്ന പ്രൈമറി മെമ്മറിയിലേക്ക് വരണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ഡേറ്റയെ കൃത്യമായിട്ട് മെമ്മറിയിലേക്ക് കൊണ്ടുവരിക, അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അതിനെ മാറ്റിയിട്ട് ആ സ്ഥലത്ത് വീണ്ടും അടുത്ത ആവശ്യമുള്ള ഡേറ്റയെ സ്റ്റോർ ചെയ്യുക. അങ്ങനെ ഇത്തരത്തിൽ പ്രൈമറി മെമ്മറി കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഞാനൊരു PDF ഓപ്പൺ ചെയ്തെങ്കിൽ ആ PDF-ലുള്ള കാര്യങ്ങൾ റാം അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിലേക്ക് വന്നിട്ടാണ് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ നമ്മളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ റാമിൽ നിന്ന് ആ ഡേറ്റ എടുത്ത് മാറ്റും. അങ്ങനെ ഇത്തരത്തിൽ ഓരോ പ്രോസസ്സുകൾക്കും ആവശ്യമായിട്ടുള്ള മെമ്മറി കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യണം. അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫയൽ മാനേജ്മെൻ്റ് ആണ്. അതും നമുക്കറിയാവുന്നതാണ്. അതായത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഫയൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ഓർഗനൈസിങ്, നെയിമിങ്, സ്റ്റോറിങ്, റിട്രീവിങ്, ഷെയറിങ്, പ്രൊട്ടക്ഷൻ, റിക്കവറി. ഇങ്ങനെ പലതരത്തിലുള്ള ഫയൽ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ നമുക്കറിയാമെങ്കിൽ ഫയൽസിനെ പല രീതിയിൽ ഓർഗനൈസ് ചെയ്യാം, അതിനെ പല രീതിയിൽ നമുക്ക് നെയിമിങ് ചെയ്യാം, ആൾക്കാർക്ക് ഷെയർ ചെയ്യാം, അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാം. ദെൻ എന്തെങ്കിലും കാരണവശാൽ ഈ ഫയൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയെങ്കിൽ റിക്കവർ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിവൈസ് മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ സിസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ഡിവൈസുകൾ ഉണ്ടായിരിക്കും. അതിനെയൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇറ്റ് ഹാൻഡിൽസ് ദ ഡിവൈസസ് ബൈ കമ്പൈനിങ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടെക്നിക്സ്. The OS communicates with the hardware device via the device driver software. അപ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുന്ന ഓരോ ഹാർഡ്വെയറിനും അതിന് കറസ്പോണ്ടിങ് ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഡിവൈസ്, ഒരു പ്രിൻ്റർ നമ്മൾ സിസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്തെങ്കിൽ അതിൻ്റെ കൂടെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ടാവും. നമുക്ക് CD ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് ഹാർഡ്വെയറിനെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയറിലാണുള്ളത്. അപ്പോൾ ഈ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഡ്രൈവർ സോഫ്റ്റ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ആ കറസ്പോണ്ടിങ് ഹാർഡ്വെയറിനെ കൃത്യമായിട്ട് വർക്ക് ചെയ്യിക്കുന്നത്. ദെൻ പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഡോസ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്, അതുപോലെ തന്നെ യുണിക്സ്, ലിനക്സ്, മാക് OS, അങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ മെയിനായിട്ട് 4 മേജർ ഫങ്ഷൻസാണ് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസിൽ 1-2 ചെറിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഇവിടെ ഇത് നമ്മുടെ ഇപ്പോൾ നിലവിൽ ഇത് വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിൻ്റെ റിസോഴ്സ് മോണിറ്റർ എന്നുള്ള ഒരു പ്രോഗ്രാം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിലവിലെ നമ്മുടെ സിസ്റ്റത്തിലെ ഓരോ റിസോഴ്സുകൾ കൃത്യമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ ഞാനിപ്പോൾ നിലവിലെടുത്തേക്കുന്ന വിൻഡോ എന്ന് പറയുന്നത് CPU ആണ്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം, ഇവിടെ ഞാൻ നേരത്തെ നമ്മൾ പ്രോസസ്സ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ കാണിച്ചേക്കുന്ന ഓരോന്നും ഇതെല്ലാം ഓരോരോ പ്രോസസ്സുകളാണ്, നിലവിൽ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രോസസ്സുകൾ. നമുക്ക് ജസ്റ്റ് നോക്കിയാൽ അറിയാം, ഇപ്പോൾ സ്കൈപ്പ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പലതും കുറേ എണ്ണം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോസസ്സുകൾ നമുക്ക് ഉണ്ട്. നമുക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല, കാരണം ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട്. അപ്പോൾ ഈ ഓരോ പ്രോസസ്സുകളുടെയും കൃത്യമായിട്ട് പ്രോസസ്സ് ID, ഓരോ പ്രോസസ്സിനെയും നമ്മൾ തിരിച്ചറിയുന്നത് പ്രോസസ്സ് ID വെച്ചിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ നിലവിലെ ഈ പ്രോസസ്സുകളുടെയൊക്കെ സ്റ്റാറ്റസ്, ചില പ്രോസസ്സുകളൊക്കെ സസ്പെൻഡ് ആണ്, ദെൻ ചില റണ്ണിങ് പ്രോസസ്സുകളുണ്ട്. അങ്ങനെ ദെൻ ഇതിൻ്റെ കൃത്യമായിട്ട് നിനക്ക് അവൈലബിൾ ആയിട്ടുള്ള ത്രെഡുകൾ എത്ര എണ്ണം ഉണ്ട്, ഇത് നിലവിൽ എത്ര ആവറേജ് CPU യൂസേജ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വിൻഡോയിൽ. പിന്നെ മെമ്മറി എന്നുള്ളൊരു വിൻഡോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
അവിടെയും നിലവിൽ ഈ ഓരോ പ്രോസസ്സുകൾക്കും, അതായത് പ്രോസസ്സ് ഐ ഡി ഉണ്ട്, ആ ഓരോന്നിനും നിലവിൽ എത്ര മെമ്മറി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ എത്ര മെമ്മറി ഉണ്ട്, അതിൽ എത്ര നമുക്ക് അവൈലബിൾ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇത്തരത്തിൽ വളരെയധികം പ്രോസസ്സുകൾ നമ്മുടെ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ മാത്രമല്ല, ഇതൊക്കെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പ്രോസസ്സുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, പല പല കാര്യങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ വളരെയധികം കൂടുതൽ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളാണ് അറ്റ് എ ടൈം നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വളരെയധികം പ്രോസസ്സുകൾ അറ്റ് എ ടൈം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ റണ്ണിങ് ആണ്, ചിലതൊക്കെ സസ്പെൻഡഡും ആണ്. നമുക്കത് ജസ്റ്റ് നോക്കിയാൽ അറിയാം. ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. സിസ്റ്റം സോഫ്റ്റ്വെയറിലെ രണ്ടാമത്തേതാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസ് ആണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ലാംഗ്വേജ് വെച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്താൽ മാത്രമാണ് കമ്പ്യൂട്ടർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ അതിനായിട്ട് അറിയണം. ഒരു കമ്പ്യൂട്ടർ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, അല്ല കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെങ്കിലും വർക്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ലോ ലെവൽ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്നിങ്ങനെ രണ്ടായിട്ടാണ്. അപ്പോൾ അത് ഓരോ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ഇതിനെ നമുക്ക് മെഷീൻ ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നും പറയാൻ സാധിക്കും. അതായത് ഇൻ ദീസ് ലാംഗ്വേജസ് പ്രോഗ്രാംസ് ആർ റിട്ടൺ യൂസിങ് ദ മെമ്മറി ആൻഡ് രജിസ്റ്റേഴ്സ് അവൈലബിൾ ഓൺ ദ കമ്പ്യൂട്ടർ. അത് നമുക്കറിയാവുന്നതാണ്, നമ്മൾ പലതരത്തിലുള്ള രജിസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇത്തരത്തിൽ കൃത്യമായിട്ട് മെമ്മറി ലൊക്കേഷൻ, അതുപോലെ തന്നെ രജിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഇപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ നമ്പേഴ്സ് ആ രജിസ്റ്ററിലുണ്ടായിരിക്കണം. ആ രജിസ്റ്ററിലുള്ള നമ്പേഴ്സ് വെച്ച് ആഡ് ചെയ്യാൻ പാകത്തിന് അത്തരത്തിലായിരിക്കും നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതുന്നത്. ദെൻ ഓരോ മെഷീനും, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഓരോ സിസ്റ്റവും മറ്റൊരു സിസ്റ്റത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ആർക്കിടെക്ചർ വ്യത്യാസം ഉണ്ടായിരിക്കും. വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോസസ്സേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസം ഓരോ സിസ്റ്റത്തിലും ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിലുള്ള ലോ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ചർ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ലോ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഓരോ സിസ്റ്റവും വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ സിസ്റ്റത്തിലെയും മെമ്മറിയും അതിനകത്തുള്ള രജിസ്റ്റേഴ്സും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ലോ ലെവൽ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് ആർ ഡിഫറെൻറ്റ് ലോ ലെവൽ ലാംഗ്വേജസ്. ഇതിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ലോ ലെവൽ ലാംഗ്വേജിൽ. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അതായത് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ വൺസ് ആൻഡ് സീറോസ്. അതായത് ബൈനറി ഡിജിറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് മെഷീൻ ലാംഗ്വേജിൽ എല്ലാ ഡേറ്റയും നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷനോ എന്തെങ്കിലും ഡേറ്റ ആയാലും അതെല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1ഉം 0ഉം വെച്ചിട്ടാണ്. ഈ ഒരു കാര്യം മാത്രമായിരിക്കും ആ ഡേറ്റയിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു വീഡിയോയോ ഇമേജോ എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ ഡേറ്റയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ 1ൻ്റെയും 0യുടെയും കോമ്പിനേഷൻസ് ഒക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്കത് സാധാരണ യൂഷ്വൽ ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. The language which uses binary digits is called machine language. Writing a program in machine language is definitely very difficult. It is not possible to memorize
എ ലോങ് സ്ട്രിങ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ഫോർ എവറി ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അവിടെയുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസ് ആയാലും ഡേറ്റ ആയാലും എന്ത് കാര്യങ്ങളായാലും പലതരത്തിലുള്ള ഡേറ്റയൊക്കെ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 0യും 1ഉം ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഓർത്ത് വയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഓരോ മെഷീനനുസരിച്ചും ഇത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ബൈനറി ഡിജിറ്റുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് മെഷീൻ ലാംഗ്വേജ്. ദെൻ രണ്ടാമത്തെയാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലോ ലെവൽ ലാംഗ്വേജിലെ രണ്ടാമത്തെ ടൈപ്പാണ് അസംബ്ലി ലാംഗ്വേജ്. ദെൻ അസംബ്ലി ലാംഗ്വേജ് ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് യൂസ് നിമോണിക്സ്. അപ്പോൾ ഈ ലാംഗ്വേജിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നിമോണിക്സ് ആണ്. ദെൻ എന്താണ് നിമോണിക്സ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നിമോണിക് ഈസ് എ സിംബോളിക് നെയിം ഗീവൺ ടു ആൻ ഓപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ ആഡ് ഫോർ ദ അഡീഷൻ ഓപ്പറേഷൻ, സബ് ഫോർ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ എക്സെട്ര. അതായത് ഇവിടെ നമുക്ക് വേണ്ട ഓരോ ഓപ്പറേഷൻസിനും നമ്മൾ ഒരു ചെറിയൊരു സിമ്പിൾ കൊടുക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത് നോക്കിയാൽ 2 നമ്പേഴ്സിന് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് എന്നുള്ളൊരു സിമ്പിൾ ഒരു നിമോണിക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ സബ് സബ് എന്നുള്ളൊരു സിമ്പിൾ അല്ലെങ്കിൽ നിമോണിക് ആയിരിക്കും നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആഡ് എ കോമ ബി അല്ലെങ്കിൽ സബ് എക്സ് കോമ വൈ അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ ലാംഗ്വേജുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ഈസി ആയിരിക്കും അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ അസംബ്ലി ലാംഗ്വേജും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് കൃത്യമായിട്ട് ആ കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ കമ്പ്യൂട്ടറിനും അവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്ന നിമോണിക്കുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പ്രൊസസ്സറിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് നിമോണിക്സ് ആയിരിക്കില്ല വേറൊരു ടൈപ്പ് പ്രൊസസ്സറിൽ. കമ്പനി മാറുന്നതനുസരിച്ച് അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ മാറ്റും. അപ്പോൾ കൃത്യമായിട്ട് പ്രോഗ്രാമർ ആ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് അസംബ്ലി ലാംഗ്വേജ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും ചെയ്യാനായിട്ട്, അത് ഇത്തരത്തിലുള്ള ലോ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യാൻ കൃത്യമായിട്ട് നമ്മൾ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ അറിഞ്ഞിരിക്കണം. ദെൻ രണ്ടാമത്തെ ടൈപ്പാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, എല്ലാ പ്രോഗ്രാമേഴ്സും ഉപയോഗിക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, ലൈക്ക് എനി അതർ ലാംഗ്വേജ്. പക്ഷേ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ അല്ല. അപ്പം നമ്മളൊരു പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു ഇറ്റ്സ് ഇക്വലൻറ്റ് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. അപ്പോൾ അവിടെ നമുക്കൊരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ ലാംഗ്വേജുകളെ കുറിച്ചാണ് പറഞ്ഞത്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, അത് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ അല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മിക്കവാറും പ്രോഗ്രാമുകളൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജിലാണ്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കൺവേർഷന് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിളാണ് ബേസിക്, C++, ജാവ, അങ്ങനെ മോഡേൺ ടെക്നോളജിയിലുള്ള എല്ലാ പ്രോഗ്രാമുകളും ഹൈ ലെവൽ ലാംഗ്വേജിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്താൽ ഇത് കമ്പ്യൂട്ടറിന് മനസ്സിലാകണം, അണ്ടർസ്റ്റാൻഡബിൾ ആകണം എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് നീഡ് ഫോർ ലാംഗ്വേജ് പ്രോസസ്സർ. എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് വൈ വി നീഡ് ലാംഗ്വേജ് പ്രോസസ്സർ ഓർ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്. അതായത് പ്രോഗ്രാംസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ written in assembly language or high level language are not understood by computer. We need language processors to convert such program into low level language, as computer can only understand machine language. Language processors are the system programs that translate programs written in high level language or assembly language into its equivalent machine language. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരേ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. അതായത് ബൈനറിയിൽ എഴുതുന്ന കാര്യങ്ങൾ.
1ഉം 0യും വെച്ച് ബൈനറിയിൽ എഴുതുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് ആയാലും അസംബ്ലി ലാംഗ്വേജ് ആയാലും കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ലാംഗ്വേജിലുള്ള പ്രോഗ്രാമുകളെ കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ ലാംഗ്വേജ് പ്രൊസസ്സർ അല്ലെങ്കിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് 3 എണ്ണമാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസംബ്ലർ. നമുക്കറിയാം അസംബ്ലി ലാംഗ്വേജിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകളെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രൊസസ്സറാണ് അസംബ്ലർ. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Computer can interpret only machine code instruction. The program can be executed only after translating. Assembler is highly machine dependent. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാമിനെ കൃത്യമായിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസംബ്ലി ലാംഗ്വേജിൽ നമുക്ക് പ്രോഗ്രാം എഴുതണമെങ്കിൽ കൃത്യമായിട്ട് സിസ്റ്റത്തിനെ അറിയണം, സിസ്റ്റം ആർക്കിടെക്ചർ അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് പ്രൊസസ്സറായിട്ടുള്ള അസംബ്ലർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ മെഷീനും വേറെ വേറെ അസംബ്ലർ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റർപ്രിറ്റർ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് പ്രൊസസ്സറാണ്. ഡെഫിനിഷൻ ഇവിടെ തന്നെയുണ്ട്. Interpreter is another kind of language processor that converts a high-level language program into machine language line by line. അതായത് ഫസ്റ്റ് ലൈൻ എടുക്കും, ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിലുള്ള ഫസ്റ്റ് ലൈൻ എടുക്കുന്നു, അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് ലൈൻ എടുക്കുന്നു, അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ ലൈൻ ബൈ ലൈനായിട്ട് ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമുകളെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈനിൽ എറർ ഉണ്ടെങ്കിൽ അവിടെ വച്ച് ആ കൺവേർഷൻ സ്റ്റോപ്പ് ആവും. ആ എറർ കറക്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും പിന്നീടുള്ള കൺവേർഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലാംഗ്വേജ് പ്രൊസസ്സറാണ് ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് എന്ന് പറയുന്നത് ഈസ് ആൻ ഇൻ്റർപ്രിറ്റഡ് ലാംഗ്വേജ്. ഇത് നമുക്ക് ഈ രീതിയിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് ലൈൻ മെഷീൻ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്തു, സെക്കൻഡ് ലൈൻ കൺവേർട്ട് ചെയ്തു, ഇടയ്ക്ക് ഒരു ലൈനിൽ എറർ വന്നെങ്കിൽ അവിടെ വെച്ച് ആ ട്രാൻസ്ലേഷൻ ടെർമിനേറ്റ് ആകുന്നു, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനും അവിടെ വെച്ച് ടെർമിനേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ദെൻ കൃത്യമായിട്ട് എറേഴ്സ് കറക്റ്റ് ചെയ്ത് പോയാലാണ് വീണ്ടും ലൈൻ ബൈ ലൈൻ ഏറ്റവും ലാസ്റ്റ് ലൈൻ വരെ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയുള്ളൂ. ദെൻ തേർഡ് വൺ ആണ് കമ്പൈലർ എന്ന് പറയുന്നത്. കമ്പൈലർ എന്ന് പറയുന്നതും ഹൈ ലെവൽ ലാംഗ്വേജിലുള്ളതിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഇൻ്റർപ്രിറ്ററും കമ്പൈലറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രിറ്ററിൽ ഓരോ ലൈൻ ബൈ ലൈനായിട്ടാണ് കൺവേർഷൻ നടക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ഒരു ലൈനിൽ എറർ വന്നാൽ അവിടെ വെച്ച് ആ കൺവേർഷൻ നിൽക്കും. പക്ഷേ കമ്പൈലറിൽ പറഞ്ഞാൽ ഇറ്റ് സ്കാൻസ് ദ എൻറ്റയർ പ്രോഗ്രാം ഇൻ എ സിംഗിൾ റൺ. ഇഫ് ദർ ഈസ് എനി എറർ ഇൻ ദ പ്രോഗ്രാം, the compiler provides a list of error messages along with the line number at the end of the compilation. ഇപ്പോൾ കമ്പൈലറിലാണെന്നുണ്ടെങ്കിൽ ഒരു 100 ലൈനുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഫുൾ പ്രോഗ്രാമിനെ ഒരു സിംഗിൾ റണ്ണിലായിരിക്കും കൺവേർഷൻ നടത്തുന്നത്. ലൈൻ ബൈ ലൈനുള്ള ഫുൾ പ്രോഗ്രാം ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അത്തരത്തിൽ അതിനുശേഷം കൺവേർഷനിൽ ഏതെങ്കിലുമൊക്കെ ലൈനിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ വിത്ത് ലൈൻ നമ്പർ, അതായത് ഏതൊക്കെ ലൈൻസിലാണ് എറർ എന്നുള്ള കാര്യം കൃത്യമായിട്ടൊരു എറർ റിപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടുന്നു. ഇന്ന ലൈനുകളിൽ എറർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കമ്പൈലേഷന് ശേഷം. സിൻടാക്സ് എറർ ഒന്നുമില്ല, അതായത് നമ്മുടെ പ്രോഗ്രാമിലൊന്നും ഒരു എററും ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പൈലർ വിൽ ജനറേറ്റ് ആൻ ഒബ്ജക്റ്റ് ഫയൽ. ട്രാൻസ്ലേഷൻ യൂസിങ് കമ്പൈലർ ഈസ് കോൾഡ് കമ്പൈലേഷൻ. ആഫ്റ്റർ ട്രാൻസ്ലേഷൻ, compilers are not required in memory to run the program. അപ്പോൾ എറേഴ്സ് ഒന്നും ഇല്ല നമ്മുടെ പ്രോഗ്രാമിലെങ്കിൽ കൃത്യമായിട്ട് അവിടെ കൺവേർട്ട് ചെയ്ത് അവിടെ ഒരു ഒബ്ജക്റ്റ് ഫയൽ കിട്ടുന്നു. ദെൻ ഈ ഒബ്ജക്റ്റ് ഫയൽ ഉപയോഗിച്ച് നമുക്ക് പിന്നെ പ്രോഗ്രാമിനെ റൺ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഈ ട്രാൻസ്ലേഷന് ശേഷം പിന്നെ നമുക്ക് കമ്പൈലേഷൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ കമ്പൈലറുകളുടെ ആവശ്യമില്ല. ഈ ഒബ്ജക്റ്റ് ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഫയലിൽ നമുക്ക് ഡയറക്റ്റായിട്ട് റൺ ചെയ്യാനോ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനോ സാധിക്കും. The programming languages that have a compiler are C, C++, Pascal, etc. ഇത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്കൊക്കെ കമ്പൈലേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്നുകൂടി നോക്കാം. അതായത് 3 ടൈപ്പ് ലാംഗ്വേജ് പ്രോസസ്സറുകളുണ്ട്. അസംബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിലുള്ളതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ഹൈലി മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ വരുന്ന ഇൻ്റർപ്രിറ്ററും കമ്പൈലറും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇൻ്റർപ്രിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിരിക്കും കൺവേർഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ ഏതെങ്കിലും ഒരു ലൈനിൽ വെച്ച് എറർ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ആ ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ആകുന്നു. അതേസമയം കമ്പൈലറിലാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ റണ്ണിൽ എൻ്റയർ പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യുന്നു. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ വിത്ത് ലൈൻ നമ്പർ കമ്പൈലേഷന് ശേഷം ഒരുമിച്ച് എല്ലാ എററും കൂടി കാണിച്ചു തരും. അപ്പോൾ പ്രോഗ്രാമർക്ക് എളുപ്പമുണ്ട് എററുകളൊക്കെ തിരുത്താനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചറുകൾ റെപ്രസെൻറ്റേഷനും കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിപ്പോൾ ഒരു അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയൊരു പ്രോഗ്രാമാണ്. മൂവ് AL, മൂവ് CL, ലോഡ് CL, മൂവ് DL എന്നൊക്കെ പറഞ്ഞ് നിമോണിക്സ് യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളൊരു അസംബ്ലി ലെവൽ ലാംഗ്വേജ് ആണ്. ഇതിനെ നമുക്ക് മെഷീൻ ലാംഗ്വേജ് സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അസംബ്ലർ യൂസ് ചെയ്യണം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അങ്ങനെ അസംബ്ലർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള മെഷീൻ ലാംഗ്വേജ് നമുക്ക് കിട്ടും. മെഷീൻ ലാംഗ്വേജിൽ സീറോസിൻ്റെയും വൺസും മാത്രമായിരിക്കും ഉണ്ടാവുകയുള്ളൂ. ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റർ യൂസ് ചെയ്തിട്ട് മെഷീൻ ലാംഗ്വേജ് ആക്കുന്നു. എന്നിട്ടാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിസ്റ്റത്തിന് മനസ്സിലായിട്ട് സിസ്റ്റം റൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ലാംഗ്വേജ് പ്രോസസ്സറിനകത്തുള്ളത്. ഇതും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. പലതരത്തിലുള്ള ലാംഗ്വേജുകൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തിനാണ് ലാംഗ്വേജ് പ്രോസസ്സർ എന്നുള്ളത് ചോദിക്കാറുണ്ട്, അതിൻ്റെ ടൈപ്പ്. ഇങ്ങനെ പല രീതിയിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ മൂന്നാമത്തെ ടൈപ്പാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അപ്പോൾ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വിച്ച് ഹെൽപ്പ് യൂസേഴ്സ് ഇൻ സിസ്റ്റം മെയിൻ്റനൻസ് ടാസ്ക് ആൻഡ് ഇൻ പെർഫോമിംഗ് ടാസ്ക്സ് ഓഫ് റുട്ടീൻ നേച്ചർ. അതായത് സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള സിസ്റ്റം മെയിൻ്റനൻസ് ടാസ്കുകൾ, അതുപോലെ തന്നെ റുട്ടീനായിട്ടുള്ള ടാസ്കുകൾ, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിളുകളാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കംപ്രഷൻ ടൂൾസ്. കംപ്രഷൻ ടൂൾസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വിൻസിപ്പ്, വിൻറാർ, 7-zip ഇതുപോലുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലാർജ് ഫയൽസിനെ കംപ്രസ് ചെയ്ത് അതിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസാണ്, അല്ലെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് കംപ്രഷൻ ടൂൾസ് എന്ന് പറയുന്നത്. ലാർജ് ഫയൽസ് ആകുമ്പോൾ സ്റ്റോറേജ് ഏരിയ വളരെ കൂടുതലായിരിക്കും. സോ നമ്മളതിനെ കംപ്രസ് ചെയ്ത് സൈസ് കുറച്ച് സ്റ്റോർ ചെയ്യുന്നു. ദെൻ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ ഡീകംപ്രസ് ചെയ്ത് എടുക്കാനും നമുക്ക് സാധിക്കും ഇതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക്. അപ്പോൾ അത് നമുക്ക് സിപ്പിംഗ് അല്ലെങ്കിൽ അൺസിപ്പിംഗ് എന്ന് നമ്മളതിനെ വിളിക്കാറുണ്ട്. മെയിനായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കംപ്രഷൻ ടൂൾസ് എന്ന് പറയുന്നത് വിൻസിപ്പ്, വിൻറാർ അങ്ങനെയുള്ളവയാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ. അപ്പോൾ ഈ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഗ്രാം ദാറ്റ് റീഅറേഞ്ച് ഫയൽസ് ഓൺ എ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക്. The files are arranged in such a way that they are no longer fragmented. This enables the computer to work faster and more efficiently. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിലുള്ള ഡാറ്റ, അത് ഇപ്പോൾ ഒരു വലിയൊരു ഫയലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഹാർഡ് ഡിസ്കിൽ പല പല സ്ഥലത്തായിട്ടായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ മെമ്മറീസ് കണ്ടിന്യൂസ് സ്റ്റോറേജ് ആയിരിക്കില്ല. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഫ്രീ ഉള്ള എല്ലാ എംപ്റ്റി മെമ്മറി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ആയിരിക്കും ഒരു ഫയലിൻ്റെ കുറച്ച് പാർട്ട് കിടക്കുന്നത്, വേറെ കുറച്ച് പാർട്ട് കിടക്കുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും. ഇങ്ങനെ ഒരേ ഡാറ്റയുടെ തന്നെ പല സ്ഥലത്തായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരേ ഡാറ്റയുടെ പാർട്ട് തന്നെ, ഇപ്പോൾ ഒരു മൂവി എടുക്കുകയാണെങ്കിൽ ഒരു 700 MB അല്ലെങ്കിൽ 1 GB സൈസുള്ളൊരു വീഡിയോ ക്ലിപ്പ്, ഒരു മൂവി എടുക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഹാർഡ് ഡിസ്കിൽ
പല ട്രാക്കിലും സെക്ടറിലുമായിട്ടായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഒരേ ഫയലിൻ്റെ ഭാഗങ്ങൾ തന്നെ പലയിടത്തായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ ഇതിനെ ആക്സസ് ചെയ്യാൻ സമയം കൂടുതലെടുക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കുറയാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് അത്തരത്തിലുള്ള ഡേറ്റയെ നമ്മൾ അറേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഫ്രീ സ്പേസുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതെല്ലാം കറക്റ്റ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കും, നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന അത്തരത്തിലുള്ള ഫയൽസിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്നതാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്നത്. ദിസ് എനേബിൾസ് കമ്പ്യൂട്ടർ ടു വർക്ക് ഫാസ്റ്റർ ആൻഡ് മോർ എഫിഷ്യൻ്റ്ലി. അപ്പോൾ കൃത്യമായിട്ട് ഫയൽസിനെ റീഅറേഞ്ച് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബാക്കപ്പ് സോഫ്റ്റ്വെയർ ആണ്. അതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഡിസ്ക് ഫെയിലിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാതെ ഡിലീറ്റ് ആയി പോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നമുക്ക് ആ ഡാറ്റ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് ബാക്കപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ എടുത്തു വയ്ക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ നമ്മൾ ബാക്കപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ. അത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ പലതരത്തിലുള്ള വൈറസുകൾ, മാൽവെയറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് അബ്നോർമാലിറ്റി, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ, നോർമൽ ഫങ്ഷൻ അബ്നോർമാലിറ്റി സംഭവിക്കും. സിസ്റ്റം ഇടയ്ക്ക് ഹാങ് ആവുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രോഗ്രാംസുകളൊക്കെ റൺ ചെയ്യുക, നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള വൈറസുകളുടെ ഇഷ്യൂസ് മൂലമാണ്. അപ്പോൾ ഇത്തരത്തിൽ വൈറസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ ഈ പറയുന്ന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു ഗണത്തിലായിരിക്കും വരുന്നത്. ദെൻ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ ആൻറ്റി വൈറസ് പ്രോഗ്രാമുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. കാരണം പുതിയ വൈറസുകളാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെയൊക്കെ ഒഴിവാക്കാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. നോർട്ടൺ, കാസ്പർസ്കി, അങ്ങനെ AVG, അങ്ങനെ പലതരത്തിലുള്ള ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ നമുക്ക് ഉള്ളത്.